ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചിക്കൻ മമ്മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. അപ്പോൾ ഇത് എടുത്തിങ്ങനെ ഒരു എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഒരു കാക്കില. പിന്നെ അതുപോലെ തന്നെ കാക്കില മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് എടുക്കുക. പിന്നെ ഒരു സവാള ഫുള്ളായിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്, ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബൗൾ എടുക്കുക. പിന്നെ അതിലോട്ട് നമുക്ക് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ മാവ് കുഴക്കില്ലേ, അപ്പോൾ അതുപോലെ കിട്ടാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മളിതാ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് മാവൊന്ന് കുഴച്ചെടുക്കുമ്പോൾ ഇനി കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇനി കുറച്ചും കൂടി ഒഴിച്ചിട്ട് കറക്റ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഈ പൊറോട്ടൻ്റെയൊക്കെ മാവ് പോലെ നമുക്ക് കുഴച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ്ടോ ഇതുപോലെ കിട്ടണം, നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്കിത് പരത്തിയെടുക്കണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലൂടെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്, നല്ല സോഫ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മളിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതാണ്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചില്ലേ സബോളി, അതുപോലെ തന്നെ മല്ലിയില, അതുപോലെ തന്നെ കുരുമുളക്, അതൊക്കെ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു ബൗളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച സബോളി ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതാണ്, അതിട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വേറെ നമുക്ക് എരിവൊന്നും ഇതിലധികം ചേർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതാ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു നാരങ്ങ ഫുള്ളായിട്ട് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് പരത്തിയിട്ട് ഫില്ല് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഉപ്പും അതുപോലെ തന്നെ ബട്ടറും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് ആവാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുണ്ടോ നമ്മുടെ മാവ് ഇതുപോലെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമ്മളിപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടാനാണ്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. മാവ് ഇട്ടിട്ട് സാധാ നമ്മൾ ചപ്പാത്തി പൊറോട്ടയ്ക്കൊക്കെ പരത്തില്ല, അതുപോലെ നെയ്സാക്കാൻ പറ്റില്ല, കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. നെയ്സാക്കരുത്, നമ്മളൊരു കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അത് അതുപോലെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഡപ്പയുടെ മൂടി എടുത്തിട്ട് നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതിപ്പോൾ നമ്മൾ എല്ലാം അതുപോലെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ഓരോന്നായിട്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ ഫില്ല് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് എങ്ങനെ ഷേപ്പ് വേണോ അതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഷേപ്പ് ഇഷ്ടാനുസരണം ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് നമ്മൾ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനെ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒപ്പം മടക്കി വയ്ക്കുക.
ഇനി നമുക്ക് ഫോർക്ക് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർക്ക് കൊണ്ട് നമുക്ക് ഇതാ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ നമുക്ക് ഓരോന്നും അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് റൗണ്ടിൽ വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ എടുക്കാം. നമുക്ക് ഇഷ്ടാനുസരണം ഇത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ഫോർക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ കയ്യിലൊക്കെ ആക്കി ഇതുപോലെ കിട്ടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാൻ കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, സ്റ്റീം ചെയ്യാൻ. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ കോരിയെടുക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റീമിലാണ് കേട്ടോ ചെയ്യണത്. ഇത് നമുക്ക് കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾ മമ്മൂസ് വേണം പറഞ്ഞിട്ട് കാര്യമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇതപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എങ്ങനത്തെ ഷേപ്പ് വേണമെങ്കിലും ആക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിനി എങ്ങനെ വേണമെങ്കിലും ഇതിനാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതാ നമ്മുടെ ഇപ്പോൾ മമ്മൂസ് റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.